എല്ലാവർക്കും നമസ്കാരം. കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിന് മുമ്പ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസിൻ്റെ സമരം ഉണ്ടായിരുന്നു. ആ സമരത്തിൻ്റെ 2 അജണ്ട വെച്ചാണ് സമരം നടത്തിയത്. ഒന്ന്, കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തിൽ പുതിയ പദ്ധതിയിൽ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ UDFൻ്റെ ജനപ്രതിനിധികൾക്ക് ഫണ്ട് കൊടുക്കുന്നില്ല ഒന്ന്. രണ്ടാമത്തെ, പട്ടിശ്ശേരി ഡാമിൽ ഡാം പൂർത്തീകരിക്കാതെ ഉദ്ഘാടനം മന്ത്രി റോസി അഗസ്റ്റിൻ വന്ന് ഉദ്ഘാടനം ചെയ്തു എന്നുള്ള നിലയിലാണ് ഒരു സമരം നടത്തിയത്. എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, പുതിയ പഞ്ചായത്ത് ഭരണസമിതി ഡിസംബർ 13 സത്യപ്രതിജ്ഞ എടുത്തത്. പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഡിസംബർ 27 വന്നത്. 2 മാസക്കാലമാണ് കടന്നുപോയത്. അപ്പം ഞങ്ങളുടെ കഴിഞ്ഞ ഭരണസമിതി കാലത്ത് നിന്ന് UDFൻ്റെ മെമ്പർമാരുടെ വാർഡിൽ ഉൾപ്പെടെ 1% പോലും പദ്ധതി ചെലവാകാതെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ അതിനെക്കുറിച്ചാണ് ശരിക്കും അവർ സമരം ചെയ്യേണ്ടത്. എന്തുകൊണ്ട് പദ്ധതി 25-26 സാമ്പത്തിക വർഷത്തിലുള്ള പദ്ധതി ചെലവാക്കിയില്ലെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി ഈ ഭരണസമിതി പറയാമായിരുന്നു. പക്ഷെ അതല്ല ചോദിച്ചത്. ഈ സാമ്പത്തിക വർഷത്തിൽ മാർച്ച് DPCക്ക് പോലും ഈ പഞ്ചായത്ത് പോയില്ല. എന്നിട്ട് DPCക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയം ശരിക്കും DPCക്ക് നമ്മൾ പദ്ധതി എടുക്കുന്ന മുമ്പ് ആസൂത്രണ സമിതി കൂടാറുണ്ട്. വാർഡിൽ ഓരോരോ അംഗങ്ങളെ വിളിച്ച് 14 വാർഡിലുള്ള ആളുകളെയും വിളിച്ച് ആസൂത്രണ സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റാണ്. വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് വിദഗ്ധനാണ്. ശരിക്കും ഇതിനെക്കുറിച്ച് അറിയപ്പെടുന്ന ഒരാളെ പഞ്ചായത്ത് ഭരണസമിതിക്ക് നിയമിക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിനെ വെച്ച് ഞങ്ങൾ ആലോചന നടത്തിയിരുന്നു. അപ്പം ഇതിൽ പഞ്ചായത്തിൻ്റെ ടോട്ടൽ വികസനത്തെക്കുറിച്ച് ഒരു നിർദ്ദേശം കൊണ്ടുവന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 13 വർക്കിംഗ് ഗ്രൂപ്പാണ്. ഇപ്പോൾ ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ഗവൺമെൻറ് കൂട്ടിയിട്ടുണ്ട്. ദുരന്ത നിവാരണം 14 വർക്കിംഗ് ഗ്രൂപ്പാണ്. ഈ 14 വർക്കിംഗ് ഗ്രൂപ്പിലുള്ള ആളുകളെയും 14 പേര് വെച്ച് ഒരു വാർഡിൽ നിന്ന് വിളിച്ച് വർക്കിംഗ് ഗ്രൂപ്പ് നമ്മൾ കൂടുകയുണ്ടായി. അപ്പം വർക്കിംഗ് ഗ്രൂപ്പിലുള്ള നിർദ്ദേശവും കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് വികസന സെമിനാർ. ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ള അവസരം കംപ്ലീറ്റ് ആസൂത്രണ സമിതിയും വർക്കിംഗ് ഗ്രൂപ്പും വികസന സെമിനാർ മുഖാന്തരമാണ് നമ്മൾ അറിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതി രേഖ ഉണ്ടാക്കി. ഇവിടെ പദ്ധതി രേഖ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഗവൺമെൻറ് പറഞ്ഞത് 100% DPCക്ക് പദ്ധതി രേഖ തയ്യാറാക്കണ്ട എന്നാണ് പറഞ്ഞത്. അതിൽ പറയുന്നത് ഈ പ്ലാൻ ഫണ്ട് വച്ചിട്ടാണ് ആദ്യം കൊടുക്കുന്ന പ്ലാൻ ഫണ്ട് മുഖാന്തരം 50% ഇതിൻ്റെ പദ്ധതി രേഖ എടുത്തിട്ടാണ് DPCക്ക് ശരിക്കും പോകുന്നത്. ഈ DPC എന്ന് പറയുന്നത് ഇന്ന് പഞ്ചായത്തിൻ്റെ DPCയാണ്. അപ്പോൾ DPCക്ക് പോയിട്ട് പിന്നെ 100% പദ്ധതി രൂപീകരിക്കാൻ ഭേദഗതി വരുത്താൻ ഗവൺമെൻറ് പറയും. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും നമ്മുടെ പദ്ധതി രേഖ മുഴു രൂപം കൊണ്ടുവരുന്നത്. പക്ഷേ കാലകാലമായിട്ട് ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തനം ചെയ്തു വരുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് പദ്ധതി രൂപീകരണത്തെക്കുറിച്ച് അറിയാത്ത കൊണ്ടാണ് ഇവരൊന്നും ഇങ്ങനെ പറയുന്നത്. ഇതിൽ പ്രത്യേകിച്ച് എന്നാ പറയാനുള്ളത്, ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർ ഉൾപ്പെടെ ആളുകൾ മൈക്കെടുത്ത് സംസാരിച്ചു. പദ്ധതി രേഖയെക്കുറിച്ച് ശരിക്കും അറിയാതെ മനസ്സിലാകാത്ത ഒരു ജനപ്രതിനിധി അങ്ങനെ പറയാറില്ല. ശരിക്കും അവർ പറഞ്ഞത് കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അവർ അറിയാത്ത കൊണ്ടാണ് എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ DPC ഇപ്പം ഇന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്ലാൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ 2.25 കോടി രൂപയാണ്. ഈ 2.25 കോടി 87 ലക്ഷം രൂപ ലൈഫ് മിഷനിൽ തന്നെ പൈസ നമ്മൾ തിരിച്ചടയ്ക്കേണ്ട ഒരു രൂപയാണ്. അത് മാത്രമല്ല, അത് ഒരു ഘടകത്തിൽ നമ്മൾ ചിലവാക്കണം. അതേപോലെ നമുക്ക് വനിതാ ഘടക പദ്ധതിയിൽ 37 ലക്ഷം രൂപ മാറ്റി വയ്ക്കണം. രണ്ടാമത്തെ വൃദ്ധകർക്ക് 18.5 ലക്ഷം രൂപ മാറ്റി വയ്ക്കണം. പിന്നെ കൃഷി മേഖലയ്ക്ക് 53.5 ലക്ഷം രൂപ മാറ്റി വയ്ക്കണം. അതേപോലെ കുട്ടികൾക്ക് വേണ്ടി 18.5 ലക്ഷം രൂപ മാറ്റിവെക്കണം. ഇത് നിർബന്ധ പ്രോജക്റ്റാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണസമിതി നമ്മൾ പദ്ധതി എടുക്കുന്ന സമയത്ത് പ്ലാൻ ചെയ്യുന്ന ഉദ്യോഗസ്ഥനോട് പറഞ്ഞ നിർദ്ദേശം എന്ന് പറയുന്നത് ഈ നിർബന്ധ പ്രോജക്റ്റ് അതിൽ പൈസ മാറ്റിവെക്കുന്നതൊക്കെ നിർബന്ധ കൃത്യമായിട്ട് മാറ്റിവെക്കണം. പിന്നെ മാതൃകപരമായ ചില പദ്ധതികൾ, ഇപ്പം വൃദ്ധകർക്ക് എക്സാമ്പിൾ നമ്മൾ പറയുന്നത്, വൃദ്ധകർക്ക് ശരിക്കും എപ്പോഴും കട്ടിലും കമ്പിളിയാണ് കൊടുക്കുന്നത്. നമ്മൾ സർക്കാർ പറയുന്ന നോംസ് അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ശരിക്കും ജനപ്രതിനിധി എന്ന് പറയുന്നത് നിയമത്തിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിൽ നമ്മൾ ഓപ്പണായിട്ട് തന്നെ ഈ പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളോടും അതേപോലെ വർക്കിംഗ് ഗ്രൂപ്പിലും ആസൂത്രണ സമിതിയിലും ഓപ്പണായിട്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്ക് എല്ലാം പറഞ്ഞു തന്നെ പോയി. ഇതെല്ലാം കോൺഗ്രസിൻ്റെ ആൾക്കാർ അവിടെ പറഞ്ഞിരുന്ന് അവർക്ക് അസൂയും. കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ ഭരണസമിതി മാതൃകപരമായ പദ്ധതി എടുക്കുന്നുണ്ട് എന്നുള്ള അസൂയ അവർക്കുണ്ട്. കാരണം ഈ വൃദ്ധകർക്ക് എന്ന് പറയുന്നത് കട്ടിലും കമ്പിളിയാണ് കൊടുക്കാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം പറഞ്ഞത് അവർ ഈ നാട്ടിൽ പാവപ്പെട്ടവരാണ്. ഈ 5 നാട്ടിൽ കാന്തല്ലൂർ ജീവിക്കുന്ന പാവപ്പെട്ട മുതിർന്നവർ ഒത്തിരി പേര് പുറലോകം പോകാതെ അവർക്ക് ഇപ്പം കേരള ഗവൺമെൻറ് കൊടുക്കുന്ന അഭിമാനമുണ്ട് പറയാൻ. കേരളത്തിൻ്റെ ഗവൺമെൻറ് പിണറായി വിജയൻ ഗവൺമെൻറ് കൊടുക്കുന്ന 2000 രൂപ പെൻഷൻ മേടിച്ചാണ് കഴിയുന്നത്.
പിന്നെ ഇടയ്ക്ക് വരുന്ന തൊഴിലുറപ്പ് മുഖാന്തരം അത് ചെയ്താണ് കഴിഞ്ഞു പോകുന്നത്. പക്ഷേ ഇവർക്ക് പുറം ലോകം, കൂടുതൽ ലോകങ്ങൾ പുറത്ത് പോകാത്ത പാവങ്ങൾ ഇവിടെയുണ്ട്. അവരെ പുറത്ത് വേറെ സ്റ്റേറ്റിലേക്കും അതേപോലെ ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകാൻ വേണ്ടി, വിനോദയാത്രയ്ക്ക് വേണ്ടി 8 ലക്ഷം രൂപ ഈ ഭരണസമിതി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതേപോലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എന്നെ വിളിച്ച് നേരിട്ടും അതേപോലെ നേരിട്ട് ഫോണിൽ കൂടെയൊക്കെ പറയുന്നുണ്ട്, എല്ലാ കാലവും ചെയ്തു വരുന്ന പദ്ധതി ഇങ്ങനെ ചെയ്താൽ പോരെ പ്രസിഡന്റ്, എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന്. അത് മാത്രമല്ല, കോഴിയും ആടും ഒക്കെ കൊടുക്കാറുണ്ട്. ഞാൻ വികസന സെമിനാറിൽ ഓപ്പണായിട്ട് പറയുകയും ചെയ്തു, പാവപ്പെട്ട ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരു ആട് 14,000 രൂപയാണ് ഗവൺമെൻറ് നിശ്ചയിക്കപ്പെട്ട തുക. അതിൽ 7,000 രൂപ പൈസ അടച്ചാൽ മാത്രമാണ് അവർക്ക് ഒരു ആട് കിട്ടത്തുള്ളൂ. പക്ഷെ അവർക്ക് ഈ കുഞ്ഞ ആട് എന്തിനാ, നഷ്ടമില്ലേ എന്നാണ് ചിന്തിക്കുന്നത്. അതിനുവേണ്ടി അവർ പറഞ്ഞു, പോത്ത് കൃഷി ചെയ്യാൻ വേണ്ടി തന്നെ, പോത്തെന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ട ഒരു കൃഷിയാണ്. വേറെ വിദഗ്ധ ആളുകളെ കൊണ്ട് നമ്മൾ സംസാരിച്ചു, നമുക്ക് ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പോത്ത് കൃഷി ചെയ്യട്ടെ. പോത്തെന്ന് പറയുന്നത് നമ്മൾക്ക് മാംസമാണ്, നമ്മൾ കഴിക്കുന്നതാണ്. അതുകൊണ്ട് അതൊരു കൃഷിയാണത്. അപ്പോൾ ശരിക്കും പോത്തിനെ ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പോത്ത് കുഞ്ഞിനെ കൊടുക്കാനാണ് പഞ്ചായത്ത് നമ്മൾ പറഞ്ഞത്. ശരിക്കും ഒരു കാര്യമുണ്ട്, നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പിലും ആസൂത്രണ സമിതിയിലും നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് ഭരണസമിതി വച്ചേക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ച് നമ്മൾ ആസൂത്രണം ചെയ്യുന്ന സമയത്ത് അവിടെ വന്നേക്കുന്ന ആസൂത്രണ സമിതിയിലെ അംഗങ്ങൾ അവർക്ക് എന്ത് വേണമെങ്കിൽ പറയാം. ഈ പോലെ ഈ രാഹുൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ഇന്ന് സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പോത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം വേറെ ഒന്നുമില്ല, പറയട്ടെ, എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ആസൂത്രണ സമിതിയിൽ വന്നിട്ട് എൻ്റെ മുമ്പ് ഇരുന്നിട്ട്, പ്രസിഡന്റ് ഇത് ചെയ്യാൻ പാടില്ല, ഇത് എന്തിനാണ് കൊടുക്കുന്നത്, അതേപോലെ ഈ ടൂറിസം വിനോദയാത്രയ്ക്ക് വേണ്ടി വെച്ചേക്കുന്ന 8 ലക്ഷം രൂപ മാറ്റാൻ പാടില്ലേ എന്ന് പറഞ്ഞ് 10, 100, 200 ആൾക്കാരുടെ മുമ്പിൽ ഒന്ന് പറയാമായിരുന്നു, പറഞ്ഞില്ല. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞത്, ഞങ്ങൾ ഭരണസമിതി എടുത്ത തെറ്റ് എന്താണെന്ന് ഈ ജനങ്ങളൊന്നും അറിയട്ടെ, കാന്തല്ലൂർ ജനതകളൊന്നും അറിയട്ടെ. ഞങ്ങൾ വന്നിട്ട് ഈ 2 മാസം കൊണ്ട് എടുത്ത തീരുമാനത്തെ നമ്മളൊന്ന് പറയാം. ഇവിടെ ലൈഫ് മിഷനിൽ കെട്ടിക്കിടന്ന ജനറൽ ആളുകൾ പറഞ്ഞു വിട്ടത്, പ്രസിഡന്റ് നിങ്ങൾ ഈ ഭരണസമിതി ഞങ്ങൾ ജനറൽ ആളുകൾക്ക് വീട് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഇത് ഉദ്യോഗസ്ഥനെ വെച്ച് ഞങ്ങൾ 2 മാസക്കാലമായിട്ട് ഇത് മനസ്സിലാക്കി വെരിഫിക്കേഷൻ നടത്തി 241 പേർക്ക് ലൈഫ് മിഷനിൽ ജനറൽ ആളുകൾക്ക് വീട് കൊടുത്തത് തെറ്റാണോ? കോൺഗ്രസ് പറയുന്നത് തെറ്റാണോ? അത് മാത്രമല്ല, 36 പേര് എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ദേവികുളത്തിൻ്റെ MLA അഡ്വക്കേറ്റ് രാജവണ്ണൻ സംസാരിച്ചു. അതുപോലെ MLA സാറേ, ഞങ്ങൾ 241 പേർക്ക് വീട് കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. 36 പേര് എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്. അവർക്ക് അഡ്വാൻസ് കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ധൈര്യമായിട്ട് കൊടുത്ത പ്രസിഡന്റ്, ഞാനുണ്ട്, ഗവൺമെൻറ് പൈസ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചങ്കറപ്പോടെ പറഞ്ഞ MLAക്ക് സ്വാഗതം ചെയ്യുന്നു. അതല്ല, അത് ഇവരുടെ മുമ്പിൽ തന്നെ ഞാൻ ഉത്തരവിട്ട് ലൈഫ് മിഷൻ്റെ 241 പേരെ വിളിച്ച് യോഗം നടത്തി. ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ, വീടിന് വേണ്ടി വന്നിരുന്നല്ലോ, വിവിധ രാഷ്ട്രീയത്തിൻ്റെ നേതാക്കന്മാരൊക്കെ അവിടെ വന്നിരുന്നല്ലോ. എന്തിനാണ് കൊടുക്കുന്നത്, ഇത് നിർത്തി വെച്ചാൽ പോരെ എന്ന് പറഞ്ഞാൽ പോരെ. നമ്മൾ നോന പറഞ്ഞിട്ട് പോകുന്ന ആളുകളല്ല. 241 പേർക്ക് വീട് കൊടുക്കാൻ പറഞ്ഞ് എഗ്രിമെൻറ്റ് വെക്കാൻ പറഞ്ഞു. ഇതിനു മുമ്പ് ഞങ്ങൾ വന്ന സമയത്ത് തന്നെ 36 പേര് എഗ്രിമെൻറ്റ് വെച്ചിരുന്നു. മുഴുവൻ ആളുകൾക്കും അടുത്ത ആഴ്ച തന്നെ വീട് കൊടുക്കാൻ പൈസ അഡ്വാൻസ് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇത് തെറ്റാണോ? ഈ കാന്തല്ലൂർ ജനത പറയട്ടെ. അത് മാത്രമല്ല, ഞങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം, അതേപോലെ ADSൻ്റെ തിരഞ്ഞെടുപ്പ് വന്നു. ഈ കാന്തല്ലൂർ പഞ്ചായത്തിൽ ADSൻ്റെ തിരഞ്ഞെടുപ്പിൽ എല്ലാ വാർഡിലും അടിയും പ്രശ്നവും ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ വാർഡുകളിലും പോയി യോഗം കൂടി, ഈ പഞ്ചായത്തിൻ്റെ ഒപ്പം നിൽക്കണം, നമുക്ക് രാഷ്ട്രീയം വേണ്ട, മുഴുവൻ വനിതകളും കൂടെ നിൽക്കണം, പ്രവർത്തിക്കുന്നു പറഞ്ഞ സമയത്ത് 14 വാർഡിലും തിരഞ്ഞെടുപ്പില്ലാതെ ADSകാർ ജയിച്ച് ഇവിടെ വന്നു. CDSൻ്റെ ചെയർപേഴ്സൺ ചരിത്രത്തിൽ നമ്മൾ പറയാം, CDSൻ്റെ ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പിലല്ല വന്നത്, അന്ന പോസ്റ്റിലാണ് ജയിച്ചു വന്നത്. ഇങ്ങനെ ഒരു ചരിത്രപരമായ സംഭവമാണ് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കാഴ്ചവെക്കുന്നത്. അതുമാത്രമല്ല, ഡെയിലി പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ച് പരാതികൾ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനൊക്കെ കണ്ടത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാം ഇവിടുത്തെ ജനത ഡെയിലി 50 പേരെങ്കിലും വിളിച്ചിട്ട് പ്രസിഡന്റ് മുന്നോട്ട് പോയിക്കോ, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ആദിവാസിയും ഇവിടെ ഇരിക്കുന്ന ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ ഭരണസമിതിയുടെ കൂടെ ഒപ്പമുണ്ട്. അതിനുള്ള സന്തോഷത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഇത് മുടക്കാൻ വേണ്ടി ഇവർക്ക് എന്നാന്ന് വെച്ചാൽ വരുന്ന നിയമസഭ തിരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടണം. ഈ പോക്ക് പോയ കാന്തല്ലൂർ പഞ്ചായത്തിൽ പൊടി പോലും കിട്ടത്തില്ല, അവർക്ക് ഒട്ടും വോട്ട് കിട്ടത്തില്ല. മുഴുവൻ ആൾക്കാർ കാന്തല്ലൂർ ഭരണസമിതിയുടെ കൂടെ നിൽക്കുവാണ്. അതിൻ്റെ എക്സാമ്പിൾ പറയാൻ കാരണം, എല്ലാ വർഷവും വനിതാ ദിനം നടത്തി നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പ്രാവശ്യം മാർച്ച് 8 വനിതാ ദിനം നടത്തി. മുഴുവൻ വനിതകളെയും വരാൻ പറഞ്ഞു. അവരുടെ ആയിരക്കണക്കിന് രൂപ ഈ മീഡിയ, എന്നെ എടുത്തുകൊണ്ടിരിക്കുന്ന മീഡിയ ഒരു വാർത്ത കൊടുത്തല്ലോ എന്ന് പറഞ്ഞു. കേരളത്തിൽ ചരിത്രത്തിൽ, കാന്തല്ലൂർ പഞ്ചായത്തിൽ ചരിത്രത്തിൽ ഇതുപോലെ ജനത കൂടിയില്ലെന്നാണ് പറഞ്ഞത്. ആ വാർത്തയിൽ ഹെഡിങ് ഓർത്താൽ അറിയാം. ഇതൊക്കെ കൂടുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും മഹിളയുടെ ആൾക്കാർക്കൊക്കെ വിഷമമാണ്. കാരണം എന്നാന്ന് വെച്ചാൽ ഈ പോകുന്ന പോക്ക് കണ്ട കാന്തല്ലൂരിൽ മുഴുവൻ ആൾക്കാരും LDFന് വോട്ട് ചെയ്യുന്നു. ഉറപ്പായിട്ട് വോട്ട് ചെയ്യും, യാതൊരു സംശയവുമില്ല. ഞങ്ങൾ ചെയ്തത് നല്ലതാണെങ്കിൽ മനസാക്ഷിയോടെ ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. ഞങ്ങൾക്ക് ആരെയും കൊണ്ട് പേടിയില്ല. ഭരണസമിതി മുമ്പോട്ട് തന്നെ പോകും. ഒരു കാര്യം പറയാം, ഞങ്ങൾ വിളിക്കുന്ന മുഴുവൻ യോഗത്തിലും കോൺഗ്രസിൻ്റെ മെമ്പർമാരെ വിളിക്കാറുണ്ട്. അവർ വേണമെങ്കിൽ പങ്കെടുക്കാതെ മാറാൻ പാടില്ലേ? അതേപോലെ ഇവിടുത്തെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റത്തില്ല. 14 വാർഡിലുള്ള എല്ലാ ഗ്രാമസഭ യോഗത്തിലും
എല്ലാ പരിപാടികളിലും 14 മെമ്പർമാർ ഇരുന്നിട്ടാണ് അവിടെ കൂടുന്നത്. ഇതുവരെ കാന്തല്ലൂർ ഭരണസമിതിയിൽ ഒരു ചരിത്രം കണ്ടിട്ടുണ്ടോ? പക്ഷേ നമ്മൾ പറയാം, പഞ്ചായത്തിൻ്റെ ആക്ട് പറയുന്നത്, പഞ്ചായത്തിൻ്റെ നിയമം പറയുന്നത് പഞ്ചായത്തിൽ പ്രതിപക്ഷമല്ല, അത് ഇല്ലെന്ന് തന്നെ നമ്മൾ തീരുമാനിക്കുക. ഇവരെടുത്ത സമരം ഇന്ന് എന്തിനാണ് നടത്തിയെന്ന് നാം മനസ്സിലാക്കിയത്. കോൺഗ്രസിൻ്റെ മെമ്പർമാരെ LDFിൻ്റെ മെമ്പർമാർ കൂടെ കൂടിയാൽ ശരിയാവില്ല എന്ന് വേർതിരിക്കാൻ വേണ്ടി തന്നെയാണ് അവർ തീരുമാനിച്ചത്. ഒരു വിഷയമില്ല, അവർ എന്തോ പറഞ്ഞോട്ടെ. പക്ഷേ 14 മെമ്പറിനെ ഒറ്റ കൈയോടെ കൊണ്ടുപോകും, യാതൊരു സംശയവുമില്ല. അവർക്ക് വാർഡുകൾക്ക് അടിയന്തരമായി ചെയ്യുന്ന മുഴുവൻ വികസനങ്ങളും ചെയ്തു കൊടുത്തിരിക്കും. പഞ്ചായത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ഇതല്ല. പഞ്ചായത്തിൻ്റെ പദ്ധതി ശരിക്കും DPC കഴിഞ്ഞിട്ട് 100% DPC എടുക്കുന്ന സമയത്ത് വിവിധ തരത്തിലുള്ള ഫണ്ടുകളെല്ലാം കൊണ്ടുവന്ന് നബാർഡും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, സോയിൽ കൺസർവേഷൻ മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതുവരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കൂടെ ചേർത്ത് വന്നിട്ടില്ല. അവരെയും വിളിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റ് കൈ ഓർത്തുകൊണ്ട് 14 വാർഡിൽ അടിയന്തരമായിട്ട് ചെയ്യുന്ന വികസനങ്ങളും ചെയ്യും. ഏത് ശക്തി നമ്മൾ നേരിടാനുള്ള കഴിവ് ശേഷി നമുക്കുണ്ട്. ഇവിടുത്തെ ജനം എൻ്റെ കൂടെ ഉണ്ടെന്നാണ്, നിങ്ങളുടെ ഭരണസമിതിയുടെ കൂടെ ഉണ്ട്, യാതൊരു സംശയമില്ല.